Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ വിഷയം ഷവോമിയുടെ Redmi Note 10 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഒഫീഷ്യലായിട്ട് തന്നെ മനുകുമാർ ജെയിൻ അതിന്റെ ട്വീറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കാണാം. വരുന്ന മാർച്ച് ആദ്യ ഭാഗത്തിലായിരിക്കും ഇതിന്റെ ലോഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടൊരു ലോഞ്ച് ഡേറ്റ് അദ്ദേഹം റിവീൽ ചെയ്തിട്ടില്ല. പകരം മാർച്ച് ആദ്യ ഭാഗങ്ങളിൽ ഇതിന്റെ ലോഞ്ച് ഉണ്ടാവും എന്ന രീതിയിലുള്ള ഒരു ട്വീറ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ Redmi Note 10 സീരീസ് വരാൻ പോകുന്നു. ആ സർട്ടിഫിക്കേഷൻ ഈ സർട്ടിഫിക്കേഷൻ ഒരുപാട് സർട്ടിഫിക്കേഷനുകൾ കഴിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിരുന്നു. എപ്പോഴാണ് വരിക? ജനുവരിയിൽ വരുമെന്ന് പറഞ്ഞു, ഫെബ്രുവരിയിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പലരും റൂമേഴ്സ് നമ്മൾ കേട്ടുവെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലി അവരുടെ ട്വീറ്റ് വന്നിരിക്കുകയാണ്. ഒഫീഷ്യലി ഇത് മാർച്ച് ആദ്യ ഭാഗങ്ങളിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വരുമ്പോൾ എത്ര രൂപയായിരിക്കും, ഏത് സ്പെക്കുമായിട്ടാണ് വരിക തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ടും കേൾക്കുന്നത് ഇത് ഡയമൻസിറ്റി പ്രോസർ, മീഡിയ ടെക്കിന്റെ പ്രോസറുമായിട്ട് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന റൂമേഴ്സ്. കൺഫേംഡ് അല്ല, റൂമേഴ്സ് ആയിട്ട് കേൾക്കുന്ന മീഡിയ ടെക് പ്രോസർ തന്നെയാണ്. റിയൽമി X7 സീരീസിലൊക്കെ അവർ മീഡിയ ടെക് പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്തും റെഡ്മി സീരീസ് വരുമ്പോൾ അതിനകത്തും ഈ പറയുന്ന ഡയമൻസിറ്റി പ്രോസറുകൾ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ പേരും ചൂണ്ടിക്കാണിക്കുന്നത്. ബട്ട് റിയൽമി X7 മീഡിയ ടെക് വന്നതുകൊണ്ട് കോൾകോം 750 സീരീസ് ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഒരു സ്ട്രൈക്ക് മാർക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ റെഡ്മി നോട്ട് സീരീസിൽ ഈ നോട്ട് 10 സീരീസിൽ ഒരു കോൾകോം പ്രോസറൊക്കെ വെച്ചുകൊണ്ട് വന്നേക്കാം. എന്തായാലും ഇവിടെ ആകെ റിവീൽ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം കൂടിയ റീഫ്രഷ് റേറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലിപ്പ് ഇവിടെ കാണാം. കൂടിയ കുറച്ചും കൂടി സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിലുള്ള എന്ന രീതിയിലാണ് ഇവർ പരസ്യം കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു Redmi Note 10 സീരീസിൽ നിങ്ങൾക്ക് കൂടിയ റീഫ്രഷ് റേറ്റ് പ്രതീക്ഷിക്കാം. 5G ഉണ്ടാവുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഈ ഒരു ചെറിയൊരു ട്വീറ്റിനകത്ത് ഉത്തരവില്ല. എങ്കിലും 5G ഇതിനകത്ത് ഒരു വേരിയന്റിൽ പ്രോ വേരിയന്റിലെങ്കിലും 5G ഉണ്ടാവും എന്നുള്ള കാര്യം ഇപ്പോഴേക്ക് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. സോ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ ആവാം. ഇത്രയും കാലം നമ്മൾ അൺബോക്സിംഗും കാര്യങ്ങളൊന്നും കുറെ നാളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പലരും ചോദിക്കാറുണ്ട് എന്താ അൺബോക്സിംഗ് ഒന്നും ഇല്ലാത്തതെന്ന്. അത്രയും നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഓരോ ഫോണുകളും എടുത്ത് റിവ്യൂ ചെയ്യുന്നത്. റിവ്യൂ ഉണ്ടെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിച്ച് റിവ്യൂ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അതിൽ നമുക്ക് വിരോധമില്ല. പക്ഷെ ഒരു ഫോൺ ഇറങ്ങി അടുത്ത ഫോൺ വരുമ്പോൾ കാര്യമായ ഒരു ചേഞ്ചും ഇല്ല എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വെറുതെ വീണ്ടും ഒരേ സ്പെക്കുള്ള ഫോൺ പല മോഡലിൽ, പല പേരിൽ, പല ബ്രാൻഡിൽ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ വീണ്ടും എടുത്ത് റിവ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യകത ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയത്. ബട്ട് ഇപ്പോൾ വരുന്ന റിയൽമി X7 ആയാലും അതേപോലെ ഇപ്പോൾ Redmi Note സീരീസ് വരാൻ പോകുന്നു. എല്ലാം തിരി വ്യത്യസ്തമായ പവർഫുൾ ആയ ന്യൂ ജനറേഷനിൽപ്പെട്ട ഫോണുകളാണ്. വ്യത്യസ്തമായ കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്, വ്യത്യസ്തമായ ഫീച്ചേഴ്സുമായിട്ടാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ എടുത്ത് പരിശോധിക്കേണ്ടതിന്റെയും റിവ്യൂ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത വരുന്നുണ്ട്. സോ വരുന്ന എല്ലാ ഫോണുകളും തന്നെ നമ്മൾ മിക്കവാറും ഒക്കെ എടുത്ത് കൃത്യമായിട്ട് അതിന്റെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പണ്ട് ചെയ്യാറുള്ള പോലെ തന്നെ ഇനിയും തുടർന്നും ചെയ്യും. സോ നല്ല ഫോണുകളാണ് വരാൻ പോകുന്നത്. ഫോണുകൾ ഉടനെ തിരക്ക് പിടിച്ച് ആരും എടുക്കാതിരിക്കുക. പുതിയ ജനറേഷൻ ഫോണുകൾ ഒരുപാട് സീരീസുകൾ വരാനിരിക്കുന്നുണ്ട്. നല്ല ഫോണുകൾ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, Redmi K40 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിന് വ്യത്യസ്തമായ 2-3 കാര്യങ്ങൾ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ Redmi K40 സീരീസിനകത്ത് അതിന്റെ പല സർട്ടിഫിക്കേഷൻ കഴിയുന്നുണ്ട്. എന്തായാലും K40 സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും വരിക എന്നാണ് കേൾക്കുന്നത്. സോ ഓക്കെ, ഒരു നല്ല പ്രൈസിൽ 25 താഴേക്ക് 870 വെച്ച് വരികയാണെങ്കിൽ ഒരു കിഡിലൻ ഫോൺ ആയിരിക്കും. അതൊരു എക്സ്പെക്ടേഷൻ ആണ്. ഈ പ്രോ വേരിയന്റ് ഉണ്ട്, K40 പ്രോ വേരിയന്റ് 888 എന്ന് പറയുന്ന പ്രോസർ വെച്ചുകൊണ്ടായിരിക്കും വരിക, സ്നാപ്ഡ്രാഗൺ 888. സോ അതൊരു പക്ക ഫ്ലാഗ്ഷിപ്പ് ലെവലായിരിക്കും. അത് കഴിഞ്ഞ് ഒരു മോഡൽ കൂടി ഇപ്പൊ എക്സ്ട്രാ കേൾക്കുന്നുണ്ട്, Redmi K40S എന്ന പേരിൽ. ഇത് ഡയമൻസിറ്റി 1200 അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രോസറിന്റെ നെയിമൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു പ്രോസർ വെച്ചുകൊണ്ടായിരിക്കാം വരുന്നത്. സോ ഒരു തേർഡ് വേരിയന്റ് കൂടി വരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. Redmi K40ക്ക് 3 വേരിയന്റ് ആയിരിക്കും ആ സീരീസിൽ വരാൻ പോകുന്നത്. വ്യത്യസ്തമായ ഓപ്ഷനുകളും ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ചോയ്സ് കസ്റ്റമേഴ്സിന് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം ആൻഡ്രോയിഡ് 12ന്റെ കാര്യമാണ്. ആൻഡ്രോയിഡ് 11 തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സാംസങ്ങിന്റെ പുതിയ M30s അങ്ങനെ ഒരുപാട് മോഡലുകളിലേക്ക് ഇപ്പോൾ ആൻഡ്രോയിഡ് 11 ബേസ്ഡ് UIകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരുപാട് ഫോണുകളിലേക്കും വരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ആൻഡ്രോയിഡ് 12ന്റെ കാര്യങ്ങൾ ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും പുതിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന കുറെ സ്ക്രീൻഷോട്ടുകളാണ്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് UIയുടെ സ്ക്രീൻഷോട്ടാണ് കാണുന്നത്. സോ ആൻഡ്രോയിഡ് 12 തന്നെയാണെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പറയപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇതിന്റെ വിഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ല രീതിയിൽ ഡിസൈൻ ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളിവിടെ കാണുന്ന തരത്തിലുള്ള ഡിസൈൻ ചേഞ്ചുകളാണ് ഇപ്പോഴേക്ക് പറയപ്പെടുന്നത്. പിന്നെ പ്രത്യേകിച്ചും ആൾക്കാർക്കുള്ള ഒരു പേടി, ആൻഡ്രോയിഡ് ഫോണുകൾ ഐഫോൺ ആയാലും പൊതുവെ ഉള്ള ഒരു പേടി, ഹിഡൻ ആയിട്ട് കിടന്നിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്യാമറ ആക്സസ് ചെയ്താൽ, അതായത് നമ്മൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തൊരു വൈറസോ അല്ലെങ്കിൽ ഒരു ഹാക്ക് ചെയ്ത ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ കിടക്കുന്നു, അത് ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെയൊക്കെ ഫോട്ടോ എടുക്കുവോ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഹിഡൻ ആയിട്ട് കിടന്ന് ഹാക്ക് ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ആൾക്കാർക്ക് സാധിച്ചാൽ അത് ഇത്തിരി അപകടകരമായ ഒരു കാര്യമല്ല. ഈ ഒരു പേടി പൊതുവെ എല്ലാവർക്കും ഉണ്ട്. iOS-ലൊക്കെ ഇപ്പോൾ അപ്ഡേറ്റുകൾക്ക് വന്നതിന് ശേഷം ഏതെങ്കിലും ആപ്ലിക്കേഷൻ, ഈവൻ ക്യാമറ തന്നെ എടുത്താലും ഏത് ആപ്ലിക്കേഷൻ എടുത്ത് ക്യാമറയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നാൽ ഉടനെ ഒരു റെഡ് ഡോട്ട് നമുക്ക് മുകളിൽ തെളിയും. അതായത് ക്യാമറ ഏതോ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സൂചന തരുന്ന തരത്തിലുള്ള ഒരു റെഡ് കളർ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതേപോലുള്ള ഫീച്ചറുകൾ ആൻഡ്രോയിഡിലും സ്റ്റോക്ക് ആൻഡ്രോയിഡിലും വരാൻ പോകുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഓൾറെഡി നമുക്ക് ചില UIകളിൽ കാണാമെന്ന് തോന്നുന്നു ഈ ഫീച്ചർ.
എന്തായാലും ഇത്തരത്തിലുള്ള ഫീച്ചറുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കോൺവെർസേഷൻ വിഡ്ജറ്റ് പോലുള്ള കാര്യങ്ങൾ കുറേയേറെ ഇമ്പ്രൂവ് ചെയ്ത് കുറെ നല്ല രീതിയിലുള്ള ഫംഗ്ഷൻസുമായിട്ടാണ് വരാൻ പോകുന്നത്. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കേൾക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട്. ഇത് കൂടാതെയും ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ്രോയിഡ് 12 ഇത്തിരി വ്യത്യസ്തമായ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. ഇതുവരെ വന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ നോക്കാം എങ്ങനെയുണ്ടാവും ആൻഡ്രോയിഡ് 12 എന്ന്. ഇനി നമ്മൾ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റിയൽമിയുടെ റേസ് ഫോൺ സ്നാപ്ഡ്രാഗൺ 888ഉം ആൻഡ്രോയിഡ് 11ഉം റിയൽമി UI 2.0യും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള റിയൽമി റേസ് എന്നൊരു ഫോൺ വരാൻ പോകുന്നതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിന്റെ പേര് റിയൽമി GT എന്നായിരിക്കും എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതും റൂമർ തന്നെയാണ്, കമ്പനി ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നൊന്നുമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും GT എന്നാണ്, റിയൽമി GT എന്നാണ് റിയൽമി റേസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ പേര് വരാൻ പോകുന്നത്. അതായത് ഓൾറെഡി റിയൽമി X7 Pro ഡയമണ്ട് സിറ്റി പ്രോസറുമായിട്ട് നിൽക്കുന്നുണ്ട് 30,000 രൂപയ്ക്ക്. അതിനേക്കാൾ കൂടിയ വിലയിലായിരിക്കും ഈ റിയൽമി റേസ് അല്ലെങ്കിൽ റിയൽമി GT എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ റിയൽമി റേസ് GT എങ്ങനെയായാലും ഉള്ള GT വെച്ചുകൊണ്ടുള്ള ഈ ഫോൺ, ഫ്ലാഗ്ഷിപ്പ് ഫോൺ 30,000 രൂപയ്ക്ക് മുകളിലായിരിക്കും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മെയിൻ ആയിട്ടും ഈ സ്നാപ്ഡ്രാഗൺ 888ഉം ആൻഡ്രോയിഡ് 11 ബേസ്ഡ് റിയൽമി UI 2.0യും ഒക്കെ ആയിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. ബാക്കിയുള്ള റിയൽമി ഡിവൈസുകളിലേക്ക് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് റിയൽമി UI 2.0 താമസിയാതെ വരും. അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ കൂടി റിയൽമിയുടെ ഭാഗത്ത് നിന്ന് വരാനിരിക്കുന്നത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ. പിന്നെ റിയൽമി 8 സീരീസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്നുള്ള സംശയം ചിലർ ചോദിക്കാറുണ്ട്. ഇല്ല, ഒരു തരത്തിലുള്ള അപ്ഡേറ്റ് ഇപ്പോഴേക്കില്ല. അവർ റെഡ്മി നോട്ട് സീരീസ് ഇപ്പൊ ഇറക്കുമ്പോൾ, ഈ മാർച്ചിൽ ആദ്യം ഇറക്കുമ്പോൾ അതിന്റെ കൂടെ അതിന് കോമ്പറ്റീഷൻ ആയിട്ട് റിയൽമിയുടെ നാർസോ സീരീസ് ആണ് വരാൻ പോകുന്നത്. നാർസോ 30 സീരീസ് ആണ് വരാൻ പോകുന്നത്. റിയൽമി 8 സീരീസിനെ കുറിച്ച് അപ്ഡേറ്റ് ഒന്നുമില്ല. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് പോക്കോ X3 എന്ന ഫോണിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 20 രൂപ താഴെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു 15-20 നിൽക്കുന്ന ഫോണാണ്. പല റേഞ്ചിലുണ്ട്. പോക്കോ X3 ഒരു നല്ല ഫോണാണ്. അതിന്റെ ഒരു പ്രോ വേരിയന്റ് കൂടി വരാൻ പോകുന്നതായിട്ടാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസുകൾ നമുക്ക് കേൾക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു സ്ക്രീൻഷോട്ട് കാണാം. ഇത് ഒരു സർട്ടിഫിക്കേഷൻ സൈറ്റിൽ സർട്ടിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന ഒരു പോക്കോ ഡിവൈസിൻ്റെതാണ്. പോക്കോ X3 Pro എന്നാണ് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. സോ ഓൾറെഡി ഇന്ത്യൻ BIS സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു പോക്കോ ഫോൺ കൂടി വരുന്നുണ്ട്. പോക്കോ X3 Pro എന്നാണ് ആ ഫോണിന്റെ പേര്. പോക്കോ X3 Pro ആയാലും വേണ്ട, എന്ത് Pro ആയാലും വേണ്ട, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ X3 ഒക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്ത ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ബൾക്കി ആയിട്ടാണ് അവർ ഫോൺ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും അതൊന്ന് സ്ലിം ആക്കി ഇറക്കാൻ വേണ്ടിയിട്ട്, ബാറ്ററി ഒക്കെ കൂടുതൽ വെക്കുമ്പോൾ കട്ടി കൂടും നമുക്കറിയാം. ഇത്തിരി കുറച്ചാലും വേണ്ട, ഇത്തിരി സ്ലിം ആയ ഒരു ഫോൺ ഇറക്കുന്നതാണ് എപ്പോഴും കംഫർട്ടബിൾ. കാരണം ഇപ്പൊ നമ്മുടെ പോക്കോ X3 ഞാൻ എടുത്തത് എൻ്റെ അനിയത്തി ആദ്യമാണ് ഉപയോഗിക്കുന്നത്. അവളെ സംബന്ധിച്ച് ആ ഫോൺ അടിപൊളിയാണ്, പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇഷ്യൂ. അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ആ വെയിറ്റ് പലപ്പോഴും അദ്ദേഹത്തിന് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇനി പോക്കോ X3 Pro ആയാലും വെയിറ്റ് ഒന്ന് കുറച്ച് ഇറക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് നോക്കാം. ബൈ.